അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു അറ്റാക്ക് ഹെലികോപ്റ്ററിനെ കുറിച്ചാണ്. ധാരാളം പ്രത്യേകതകളുള്ള ഒരു റഷ്യൻ അറ്റാക്ക് ഹെലികോപ്റ്റർ. അതായത് കോൾഡ് വാറിൻ്റെ മൂർധന്യത്തിൽ ജനിച്ച് പിന്നീട് അങ്ങോട്ട് ചരിത്രപരവും രാഷ്ട്രീയപരവുമായ പല കാരണങ്ങൾ കൊണ്ട് വർഷങ്ങളുടെ അവഗണന ഏറ്റുവാങ്ങി പൊടിപൊടിച്ച് കിടന്ന ശേഷം കാലഘട്ടത്തിൻ്റെ ആവശ്യകത എന്ന പോലെ റഷ്യൻ മിലിറ്ററിയുടെ കുന്തമുനയായി തീർന്ന മിൽ Mi-28 എന്ന അറ്റാക്ക് ഹെലികോപ്റ്റർ. ഇവിടെ നമുക്കറിയാം, ഈ കോൾഡ് വാറിൻ്റെ പാരമ്യത്തിൽ, അതായത് വിയറ്റ്നാം വാർ കൊടുമ്പിരി കൊണ്ടുവന്ന കാലഘട്ടത്തിൽ അമേരിക്കൻ മിലിറ്ററി വിയറ്റ്നാമിൽ ട്രൂപ്പ് ട്രാൻസ്പോർട്ടിനും അറ്റാക്കിനും വേണ്ടി പ്രത്യേകം ഡെഡിക്കേറ്റഡ് ഹെലികോപ്റ്ററുകളാണ് ഉപയോഗിച്ചിരുന്നത്. അതായത് ട്രൂപ്പ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി H-1 ഹൂയി എന്ന ഹെലികോപ്റ്ററും അതുപോലെ അറ്റാക്ക് ഹെലികോപ്റ്ററായി AH-1 കോബ്രയും. അതേസമയം മറുവശത്ത് സോവിയറ്റ് യൂണിയനാകട്ടെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ഒരൊറ്റ ഹെലികോപ്റ്ററായിരുന്നു ഉപയോഗിച്ചിരുന്നത്, അതായത് മിൽ Mi-24. അപ്പോൾ ട്രൂപ്പ് ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്ററായും ഗൺഷിപ്പായും അറ്റാക്ക് ഹെലികോപ്റ്ററായും ഒക്കെ വളരെ മികച്ച പെർഫോമൻസ് തന്നെ ഈ Mi-24 കാഴ്ചവെച്ചെങ്കിലും അതുകൊണ്ട് 1970 ആയപ്പോഴത്തേന് ഒരു ഡെഡിക്കേറ്റഡ് അറ്റാക്ക് ഹെലികോപ്റ്റർ വേണം എന്നത് സോവിയറ്റ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഒരു ആവശ്യകതയായി മാറി. അത് ഈ Mi-24 എന്ന് പറയുന്ന ഹെലികോപ്റ്ററിൻ്റെ പെർഫോമൻസ് മോശമായതുകൊണ്ടല്ല, ഈ 1970കളിലാണ്, അല്ല 1970 ലോകത്തിലെ ഏറ്റവും മികച്ച അറ്റാക്ക് ഹെലികോപ്റ്ററായിട്ട് ഇപ്പോഴും കണക്കാക്കപ്പെടുന്ന AH-64 അപ്പാച്ചെ ജന്മമെടുക്കുന്നത്. അപ്പോൾ അപ്പാച്ചയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഒരു ഹെലികോപ്റ്റർ നിർമ്മിക്കുക എന്നതായിരുന്നു സോവിയറ്റ് യൂണിയൻ്റെ പ്ലാൻ. 1970കളുടെ തുടക്കത്തോടുകൂടി സോവിയറ്റ് യൂണിയൻ ഒരു അറ്റാക്ക് ഹെലികോപ്റ്റർ നിർമ്മിക്കാനുള്ള പദ്ധതി ആരംഭിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, സോവിയറ്റ് യൂണിയനിൽ ഈ ഹെലികോപ്റ്റർ നിർമ്മാണ രംഗത്ത് രണ്ട് പ്രധാന ഡിസൈൻ ബ്യൂറോസ്, അല്ലെങ്കിൽ രണ്ട് പ്രധാന ഹെലികോപ്റ്റർ നിർമ്മാതാക്കളാണുള്ളത്. ഒന്ന് പ്രശസ്ത വിഖ്യാതനായ ഹെലികോപ്റ്റർ ഡിസൈനർ മിഖായൽ മില്ലിൻ്റെ മിൽ, മറുവശത്ത് പ്രശസ്തമായ പല സോവിയറ്റ് ഹെലികോപ്റ്ററുകളുടെയും പല റഷ്യൻ ഹെലികോപ്റ്ററുകളുടെ നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള കമോവ്. അപ്പോൾ സോവിയറ്റ് ഗവൺമെൻറ്റിൻ്റെ ആവശ്യപ്രകാരം ഈ രണ്ട് ഡിസൈൻ സ്റ്റുഡിയോസും പാരലായിട്ട് ഈ അറ്റാക്ക് ഹെലികോപ്റ്ററിൻ്റെ ഡിസൈനിങ് ആരംഭിക്കുകയാണ്. അപ്പോൾ മിഖായൽ മില്ലിൻ്റെ പിൻഗാമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാരക് ടഷൻകോവ്, അദ്ദേഹമാണ് മിൽ ഡിസൈൻ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി ഈ അറ്റാക്ക് ഹെലികോപ്റ്ററിൻ്റെ ഡിസൈനിങ് നടത്തിയത്. അപ്പോൾ ടഷൻകോവ് ഡിസൈൻ ചെയ്യാൻ ശ്രമിച്ചത് ഒരു ടിപ്പിക്കൽ അറ്റാക്ക് ഹെലികോപ്റ്ററാണ്. അതായത് Mi-24ൻ്റെ കാര്യം നമുക്കറിയാം. Mi-24 ഒരു അറ്റാക്ക് ഹെലികോപ്റ്ററാണെന്ന് പറയുമ്പോഴും അതിൽ ട്രൂപ്പ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയുള്ള കമ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പുതിയ ഹെലികോപ്റ്ററിൽ ടഷൻകോവ് ട്രൂപ്പ് ട്രാൻസ്പോർട്ട് കമ്പാർട്ട്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കി. അത് ടഷൻകോവ് സ്വന്തം ഇഷ്ടപ്രകാരം ഒഴിവാക്കിയതല്ല, സോവിയറ്റ് ഗവൺമെൻറ്റിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെഡിക്കേറ്റഡ് അറ്റാക്ക് ഹെലികോപ്റ്റർ നിർമ്മിക്കുകയായിരുന്നു. അപ്പം ഏതാണ്ട് അപ്പാച്ചയുടെ ഡിസൈനിന് സമാനമായ രീതിയിലുള്ള ഒരു ടിൻ സീറ്റർ അറ്റാക്ക് ഹെലികോപ്റ്ററാണ് നമ്മുടെ ടഷൻകോവ് ഡിസൈൻ ചെയ്തത്. അതായത് അപ്പാച്ചയിലെ പോലെ രണ്ട് ക്രൂ മെമ്പേഴ്സിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന പൈലറ്റും ഒപ്പം ഗണ്ണറിനും ഇരിക്കാൻ പാകത്തിന് ഒരു ടിൻ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ടാൻഡം സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. അതായത് മുന്നിൽ ഗണ്ണർ, പുറകിൽ പൈലറ്റ് എന്ന രീതിയിലുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റുള്ള ഒരു ഹെലികോപ്റ്ററാണ് നമ്മുടെ ടഷൻകോവ് ഡിസൈൻ ചെയ്തത്. അതുപോലെ തന്നെ ഇതൊരു അറ്റാക്ക് ഹെലികോപ്റ്ററാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ ആയുധങ്ങൾ വഹിക്കണം, അതിനുവേണ്ടിയുള്ള ഹാർഡ് പോയിൻറ്റ്സുകളുണ്ട്. അപ്പം അപ്പാച്ചയുടെ കാര്യത്തിൽ നമുക്കറിയാം, ഇരുവശത്തും ഉള്ള സ്റ്റബ് വിങ്സുകളിലാണ് ഇതിൻ്റെ ഹാർഡ് പോയിൻറ്റ്സുകൾ വരുന്നത്. അതിന് സമാനമായ ഒരു ഡിസൈൻ തന്നെയാണ് ടഷൻകോവ് തൻ്റെ അറ്റാക്ക് ഹെലികോപ്റ്ററും ഫോളോ ചെയ്തത്. അങ്ങനെ 1982 മിൽ Mi-24ൻ്റെ ആദ്യ പ്രോട്ടോടൈപ്പ് 012 ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തി. പിന്നീട് അങ്ങോട്ട് 2 വർഷക്കാലം സോവിയറ്റ് യൂണിയനിലെ വിദഗ്ധരായ പല ടെസ്റ്റ് പൈലറ്റുമാരും ഈ ഹെലികോപ്റ്ററിനെ നിരന്തരമായി ടെസ്റ്റ് ചെയ്തു. 1984 ആയപ്പോൾ സോവിയറ്റ് മിലിറ്ററി ഇതിൻ്റെ കോമ്പാറ്റ് സൂട്ടബിലിറ്റി ടെസ്റ്റിംഗ് ആരംഭിച്ചു. അതായത് സ്പീഡ്, അജിലിറ്റി, അതുപോലെ ഫയർ പവർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ വേണ്ടി മിലിറ്ററി ഈ ഹെലികോപ്റ്ററിനെ കാര്യമായ രീതിയിൽ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത് വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തൊരു ഹെലികോപ്റ്ററാണ്. അതായത് ഒരു അറ്റാക്ക് ഹെലികോപ്റ്ററിൽ നിന്നും ഒരു മിലിറ്ററി എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതെല്ലാം ഡെലിവറി ചെയ്യാൻ കേപ്പബിളായ ഒരു അറ്റാക്ക് ഹെലികോപ്റ്ററാണ് Mi-28. അങ്ങനെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊരു പരാതിയും യാതൊരു കോംപ്രമൈസും ചെയ്യാതിരുന്നിട്ടും സോവിയറ്റ് മിലിറ്ററി Mi-28നെ റിജക്റ്റ് ചെയ്തു. അത് Mi-28 ഒരു മോശം ഹെലികോപ്റ്റർ ആയതുകൊണ്ടല്ല, മറുവശത്ത് അതിലും മികച്ച ഒരു എതിരാളി ഉണ്ടായിരുന്നുകൊണ്ടാണ്. അതായത് കമോവ് ഡിസൈൻ സ്റ്റുഡിയോ V80 എന്ന പേരിൽ ഒരു ഹെലികോപ്റ്റർ ഇതിന് പാരലായി തന്നെ ടെസ്റ്റിംഗ് നടത്തുന്നുണ്ടായിരുന്നു. ഈ ഹെലികോപ്റ്ററാണ് പിന്നീട് കമോവ് Ka-50 ബ്ലാക്ക് ഷാർക്കായി മാറുന്നത്. അതായത് ബ്ലാക്ക് ഷാർക്കിൻ്റെ കാര്യം നമുക്കറിയാം, കമോവിൻ്റെ ടിപ്പിക്കൽ ഡിസൈൻ ഫീച്ചറായിട്ടുള്ള കോൺട്രാ റൊട്ടേറ്റിംഗ് റോട്ടർ സിസ്റ്റമൊക്കെ ഉള്ള ഒരു സിംഗിൾ സീറ്റർ അറ്റാക്ക് ഹെലികോപ്റ്ററാണ് Ka-50 ബ്ലാക്ക് ഷാർക്ക്. അപ്പോൾ ഈ കോൺട്രാ റോട്ടർ സിസ്റ്റം എന്ന് പറയുന്ന കാര്യം കൊണ്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതൊരു ടെക്നിക്കൽ എലമെൻറ്റ് മാത്രമാണ്. അതും കൂടി മാറ്റി നിർത്തി കഴിഞ്ഞാൽ സോവിയറ്റ് മിലിറ്ററിയുടെ കണ്ണിൽ Ka-50ക്കുള്ള ഒരേ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിംഗിൾ സീറ്റർ ഹെലികോപ്റ്റർ ആണെന്നുള്ളതാണ്.
അപ്പോൾ ഒരു അറ്റാക്ക് ഹെലികോപ്റ്റർ അല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്ററിനെ ഒരു സിംഗിൾ ക്രൂ മെമ്പർ തന്നെ പ്രവർത്തിക്കുകയാണെങ്കിൽ, അത് ഗണ്ണറായും പൈലറ്റായും ഒക്കെ തന്നെ ഒരാൾ തന്നെ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ അതിന് മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നിയുകൊണ്ടാവും സോവിയറ്റ് യൂണിയൻ Ka-50 ബ്ലാക്ക് ഷാർക്കിനെ അവരുടെ മിലിറ്ററിയുടെ ഭാഗമാക്കി മാറ്റി. അപ്പോൾ ഈ സമയമൊക്കെ ആയപ്പോഴത്തേന്, അതായത് ഈ പ്രോട്ടോടൈപ്പ് സ്റ്റേജിലുള്ള Ka-50 ബ്ലാക്ക് ഷാർക്കിനെ സോവിയറ്റ് മിലിറ്ററി തിരഞ്ഞെടുത്തതോടുകൂടി Mi-28 ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ പൂർണ്ണമായും നിലച്ചു. ഈ ഫണ്ടിങ് മുഴുവൻ കമോവിന് പോകാൻ തുടങ്ങി. എന്നിട്ടും ഈ മിൽ ഡിസൈൻ ബ്യൂറോ അല്ലെങ്കിൽ ഈ ഹെലികോപ്റ്ററിൻ്റെ Mi-28 ഡിസൈനറായിട്ടുള്ള ടഷൻകോവ് തൻ്റെ സൃഷ്ടിയെ അങ്ങനെ വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം സ്വന്തം നിലയിൽ പ്രത്യേകിച്ച് യാതൊരു ഫണ്ടിങ്ങും കൂടാതെ ഈ ഹെലികോപ്റ്ററുടെ ഡിസൈൻ കൂടുതൽ അപ്ഗ്രേഡ് ചെയ്ത് കൂടുതൽ മികവുറ്റതാക്കി മാറ്റിക്കൊണ്ടേയിരുന്നു. എന്നാലും 1984 ശേഷം നമ്മുടെ ഈ Ka-50 ബ്ലാക്ക് ഷാർക്ക് മിലിറ്ററിയുടെ ഭാഗമായി മാറി. അത് ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ സോവിയറ്റ് യൂണിയൻ ഒരു കാര്യം മനസ്സിലായി. അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ സിംഗിൾ പൈലറ്റിനെ ഉപയോഗിച്ച് ഒരു അറ്റാക്ക് ഹെലികോപ്റ്റർ പ്രവർത്തിപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. പ്രത്യേകിച്ചും വളരെ കോംപ്ലക്സ് ഏവിയോണിക്സും അതുപോലെ ഹൈ അറ്റാക്കിംഗ് പവറുമുള്ള Ka-50 ബ്ലാക്ക് ഷാർക്ക് പോലുള്ളൊരു ഹെലികോപ്റ്റർ ഒരു പൈലറ്റിനെ മാത്രം ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് നടപടിയാകുന്ന കാര്യമല്ലെന്ന് മനസ്സിലായി. ഒരു അറ്റാക്ക് ഹെലികോപ്റ്ററിനെ അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിൽ വാർ ഫണ്ടിൽ ഉപയോഗിക്കണമെങ്കിൽ അതിലൊരു പൈലറ്റും ഒപ്പം ഒരു ഗണ്ണറും കൂടിയേ തീരൂ എന്നുള്ള കാര്യം സോവിയറ്റ് യൂണിയൻ 1-2 വർഷം ഈ Ka-50 ബ്ലാക്ക് ഷാർക്ക് ഉപയോഗിച്ചപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി. അതോടെ സോവിയറ്റ് മിലിറ്ററി ഒരു ടിൻ സീറ്റർ അറ്റാക്ക് ഹെലികോപ്റ്റർ തിരക്കിയിറങ്ങി. അപ്പോൾ Ka-50 ബ്ലാക്ക് ഷാർക്കിനെ ഒരു ടിൻ സീറ്റർ ഹെലികോപ്റ്ററാക്കി ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ലേ എന്നൊരു ചോദ്യം വന്നേക്കാം. ശരിയാണ്, Ka-50 ബ്ലാക്ക് ഷാർക്കിനെ പിന്നീട് ഒരു ടിൻ സീറ്റർ ഹെലികോപ്റ്ററാക്കി മാറ്റിയിട്ടുണ്ട്. അതാണ് Ka-52 അലിഗേറ്റർ. ഇത് ബ്ലാക്ക് ഷാർക്കിനേക്കാളും മികച്ച ഒരു അറ്റാക്ക് ഹെലികോപ്റ്ററാണ്. പക്ഷേ എന്തുകൊണ്ടോ ഈ സമയത്ത് സോവിയറ്റ് മിലിറ്ററിയുടെ തലയിൽ ഈ ആശയം ഉദിച്ചില്ല. അപ്പോൾ Ka-50 ബ്ലാക്ക് ഷാർക്കിനെ Ka-52 അലിഗേറ്ററാക്കി മാറ്റുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു സംഭവമാണ്, തികച്ചും വ്യത്യസ്തമായ ഒരു കഥയാണ്. ആ കഥ തൽക്കാലം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം Ka-52 അലിഗേറ്ററിൻ്റെ വളരെ വിശദമായ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ചാനലിൽ ഏറ്റവും അധികം ഹിറ്റായ ഹെലികോപ്റ്റർ വീഡിയോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ Ka-52 അലിഗേറ്ററിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആ Ka-52 അലിഗേറ്ററിൻ്റെ വീഡിയോ ഒന്ന് കാണുക. ഏതായാലും മിൽ ഡിസൈൻ സ്റ്റുഡിയോയുടെ പണിപ്പുരയിൽ ഒരു ടിൻ സീറ്റർ ഹെലികോപ്റ്റർ ഉണ്ടെന്നുള്ള കാര്യം ഏതായാലും സോവിയറ്റ് യൂണിയൻ അറിയാവുന്ന കാര്യമാണ്. അവർ നേരെ ടഷൻകോവിൻ്റെ അടുത്തേക്ക് ഇല്ലുന്നു. Mi-28 ഡെവലപ്മെൻറ്റ് പുനരാരംഭിക്കാൻ പറയുന്നു. അപ്പോഴേക്കും നമ്മൾ ടഷൻകോവ് തൻ്റെ ഡിസൈൻ തേച്ച് മിനുക്കി ഒരു ഭീകര ഹെലികോപ്റ്ററാക്കി മാറ്റിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ മേലെ വീണ്ടും ചില ഇമ്പ്രൂവ്മെൻറ്റുകളും ചില ടെസ്റ്റിങ്ങുകളും ഒക്കെ നടത്തുന്നു. അങ്ങനെ 1989 പാരീസ് എയർ ഷോയിൽ Mi-28 എന്ന സോവിയറ്റ് അറ്റാക്ക് ഹെലികോപ്റ്റർ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ പാരീസ് എയർ ഷോ അല്ലെങ്കിൽ ഫ്രാൻസ് എന്നൊക്കെ പറയുന്നത് റഷ്യയുടെ അല്ലെ സോവിയറ്റ് യൂണിയൻ്റെ മറിചേരി നിൽക്കുന്ന അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന രാജ്യമാണ്. എന്നിട്ടും ഈ കോൾഡ് വാർ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ ഈ ഹെലികോപ്റ്ററിനെ പാരീസ് എയർ ഷോയിൽ അവതരിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സോവിയറ്റ് യൂണിയൻ ലോകത്തിന് നേരെ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് നേരെ ഉയർത്തിയ ഒരു വെല്ലുവിളിയാണ്. അങ്ങനെ കൊട്ടിഘോഷിച്ച് പാരീസ് എയർ ഷോയിൽ കൊണ്ട് ഈ ഹെലികോപ്റ്റർ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഈ 89 ശേഷം ഇത് മാസ് പ്രൊഡക്ഷനിലേക്ക് വരികയോ അല്ലെങ്കിൽ സോവിയറ്റ് മിലിറ്ററിയുടെ ഭാഗമായി മാറുകയോ ഒന്നും ചെയ്തില്ല. അവിടം കൊണ്ട് ആ ചാപ്റ്ററും അവസാനിച്ചു. അതായത് ഈ കാലഘട്ടം, അതായത് 89-90 കാലഘട്ടം എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയനിൽ വലിയ തോതിലുള്ള സംഘർഷങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ്. ഏതാണ്ട് 90കളുടെ തുടക്കത്തോടെ, അതായത് 1991 ഡിസംബർ 26 സോവിയറ്റ് യൂണിയൻ എന്ന മഹാപ്രസ്ഥാനം എന്നേക്കുമായി അവസാനിക്കുന്നത്. അല്ലെ സോവിയറ്റ് യൂണിയനിലെ സാമന്ത രാജ്യങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിച്ച് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ 1991 ഡിസംബർ 26 സോവിയറ്റ് യൂണിയൻ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നു. തൽസ്ഥാനത്തേക്ക് റഷ്യ വരുന്നു. അപ്പോൾ കോൾഡ് വാർ കാലത്തെ സോവിയറ്റ് യൂണിയൻ്റെ എല്ലാ പ്രൗഢിയും തലയിൽ ചുമന്നുകൊണ്ട് വന്ന ഒരു രാജ്യമൊന്നും ആയിരുന്നില്ല റഷ്യ. ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ റഷ്യ അങ്ങേയറ്റം ഭീകരമായ സാമ്പത്തിക തകർച്ച നേരിടുന്നൊരു കാലഘട്ടമായിരുന്നു. അതായത് ഈ സമയത്ത് റഷ്യൻ റൂബിളിന് കടലാസിൻ്റെ വില പോലും ഉണ്ടായിരുന്നു. അടിമുടി അഴിമതി, കെടുകാര്യസ്ഥത. അതായത് 90കളുടെ തുടക്കത്തിൽ റഷ്യ ഭരിച്ചുകൊണ്ടിരുന്നത് അങ്ങേറ്റത്തെ അഴിമതി വീരനും ലോകപ്രശസ്ത മദ്യപാനിയുമായ ബോറിസ് എൽസൺ ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഒരു ഹെലികോപ്റ്ററിൻ്റെ മാസ് പ്രൊഡക്ഷൻ പോയിട്ട് ഒരു ഹെലികോപ്റ്ററിൻ്റെ പടം വരയ്ക്കാനുള്ള പൈസ പോലും റഷ്യൻ മിലിറ്ററി പக்கம் ഉണ്ടായിരുന്നില്ല. അങ്ങനെ കാലം പിന്നെയും മുന്നോട്ട് വന്നു. അങ്ങനെ ഏതാണ്ട് 2001 വ്ളാഡിമിർ പുടിൻ അധികാരത്തിലേക്ക് വരികയാണ്. അപ്പോൾ പുടിൻ്റെ വരവോടുകൂടി റഷ്യയിൽ അഴിമതിയുടെ കാര്യത്തിൽ കുറവൊന്നും ഉണ്ടായില്ല. പക്ഷേ ഒരു സുസ്ഥിരമായ ഭരണവും പിന്നെ പഴയകാല കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഉരുക്കുമുഷ്ടി പ്രയോഗങ്ങളും ഒക്കെ ആയപ്പോഴത്തേന് റഷ്യ വീണ്ടും ശക്തി പ്രാപിക്കാൻ തുടങ്ങി. അങ്ങനെ 2006 ആയപ്പോഴത്തേന് നമ്മുടെ മിൽ Mi-28 മാസ് പ്രൊഡക്ഷൻ ആരംഭിക്കുന്നു. 2009 ഈ ഹെലികോപ്റ്റർ റഷ്യൻ മിലിറ്ററിയുടെ ഭാഗമായി മാറുന്നു.
അപ്പോൾ ഓർക്കണം 1984 ഈ സാധനം ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തുന്നത്. അതിനുശേഷം 20 വർഷം കഴിഞ്ഞാണ് ഈ ഹെലികോപ്റ്ററിൻ്റെ മാസ് പ്രൊഡക്ഷൻ ആരംഭിച്ച് ഇത് റഷ്യൻ മിലിറ്ററിയുടെ ഭാഗമായി മാറുന്നത്. അപ്പോൾ ഇതിനോടകം എത്ര Mi-28 അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ ആകെ റഷ്യ നിർമ്മിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നുമില്ല. പൊതുവെ കണക്കാക്കപ്പെടുന്നത് ഒരു 125-നും 130-നും ഇടയിൽ Mi-28 ഹെലികോപ്റ്ററുകൾ നിർമ്മിച്ചിട്ടുണ്ടാകാം എന്നാണ് പൊതുവെ റിലയബിളായുള്ള പല സോഴ്സുകളും കണക്കാക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ മിൽ Mi-28 എന്ന അറ്റാക്ക് ഹെലികോപ്റ്റർ? അപ്പോൾ നമ്മൾ ഇതിനോടകം പറഞ്ഞു ടാൻഡം സീറ്റിംഗ് അറേഞ്ച്മെൻറ്റുള്ള ഒരു ടിൻ സീറ്റർ അറ്റാക്ക് ഹെലികോപ്റ്ററാണ് മിൽ Mi-28 എന്ന്. അപ്പം ഏതാണ്ട് നമ്മുടെ അപ്പാച്ചിക്ക് സമാനമായ രീതിയിൽ വളരെ സ്ട്രീം ലൈൻഡ് ആയിട്ടുള്ള ഒരു നാരോ ഫ്യൂസലാജ് ഡിസൈനാണ് ഇതിനുള്ളത്. വശങ്ങളിൽ സ്റ്റബ് വിങ്സുകൾ കാണാം. ഈ സ്റ്റബ് വിങ്സുകളാണ് ആയുധങ്ങൾ കാരി ചെയ്യാനുള്ള ഹാർഡ് പോയിന്റുകളുള്ളത്. 5 ബ്ലേഡുകളുള്ള ഒരു മെയിൻ റോട്ടറാണ് ഈ അറ്റാക്ക് ഹെലികോപ്റ്ററിനുള്ളത്. ഇതുകൂടാതെ 4 ബ്ലേഡുകളുള്ള 4 ബ്ലേഡഡ് ടെയിൽ റോട്ടറും കാണാൻ സാധിക്കും. ഈ 4 ബ്ലേഡഡ് ടെയിൽ റോട്ടറിന് ഏതാണ്ട് ഒരു എക്സ് ഷേപ്പാണ്. ഒരു എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരത്തിൻ്റെ ആകൃതിയിലാണ് ഈ ടെയിൽ റോട്ടറിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തന്നെയല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാച്ചയ്ക്ക് സമാനമായിട്ടുള്ള പല എലമെൻറ്റുകൾ ഇതിലും കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതിൻ്റെ ലാൻഡിംഗ് ഗിയർ. അപ്പാച്ചയ്ക്ക് സമാനമായ രീതിയിലുള്ള ഒരു ട്രൈസൈക്കിൾ ലാൻഡിംഗ് ഗിയറാണ് Mi-28 തന്നെയല്ല, ഇതിൻ്റെ കോക്പിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂ സർവൈവബിലിറ്റിക്ക് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്ന കോക്പിറ്റ് ഡിസൈനാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. അതായത് റീഎൻഫോഴ്സ്ഡ് അലൂമിനിയവും മറ്റ് കോമ്പസിറ്റ് മെറ്റീരിയലും ഉപയോഗിച്ച് നിർമ്മിച്ച കോക്പിറ്റിനുള്ളിലാണ് ഇതിൻ്റെ ക്രൂ മെമ്പേഴ്സ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു ആൻറ്റി എയർക്രാഫ്റ്റ് ഗണ്ണൊന്നും ഉപയോഗിച്ച് ഇതിൻ്റെ കോക്പിറ്റിലേക്ക് വെടിവെച്ച് കയറ്റാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ അലൂമിനിയം ക്യാപ്സ്യൂൾ മാത്രമല്ല, ഇതിൻ്റെ കാനപ്പി, അതായത് ഇതിൻ്റെ വിൻഷീൽഡും മറ്റു കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഏതാണ്ട് 40 മില്ലിമീറ്റർ തിക്ക് ആയിട്ടുള്ള പോളികാർബണേറ്റ് ഷീറ്റുകൾ, പോളികാർബണേറ്റ് അക്രിലിക് ഗ്ലാസുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഗ്ലാസുകൾക്ക് ഏതാണ്ട് 12 mm റൗണ്ടുകളെയൊക്കെ നിഷ്പ്രയാസം ഡൈവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൻ്റെ റോട്ടർ ബ്ലേഡുകളുടെ കാര്യത്തിലേക്ക് വന്നാലും ഇതും ബുള്ളറ്റ് പ്രൂഫായിട്ട് അല്ലെങ്കിൽ ഷെല്ലുകൾ പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് അറ്റാക്ക് ചെയ്താൽ തകർന്നു പോകാത്ത രീതിയിലുള്ള കോമ്പസിറ്റ് മെറ്റീരിയലുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. തന്നെയുമല്ല, ഈ കോക്പിറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇതിൽ ഒരു പൈലറ്റും ഒരു ഗണ്ണറുമാണ് ഇരിക്കുന്നത്. ഗണ്ണർ മുൻഭാഗത്തും പുറകിൽ പൈലറ്റുമാണ് ഇരിക്കുന്നത്. അവർ രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്യുന്ന ആ 2 ക്യാബിനുകളും നമ്മൾ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ആർമർ പ്ലേറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആർമർ പ്ലേറ്റ് വെച്ചിരിക്കുന്നത് ഈ പൈലറ്റും ഗണ്ണറും പരസ്പരം വെടിവെച്ച് കൊല്ലാതിരിക്കാനല്ല, ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ കോക്പിറ്റിലേക്ക് ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ 2 ക്രൂ മെമ്പേഴ്സിൽ ഒരാളെങ്കിലും സർവൈവ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അതിപ്പോൾ നമ്മൾ ഈ ടാൻഡം കോക്പിറ്റ് ഡിസൈനുള്ള പല അറ്റാക്ക് ഹെലികോപ്റ്ററുടെ കാര്യത്തിലും ഇങ്ങനെയൊരു ആർമർ പ്ലേറ്റ് അതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫ്യൂവൽ ടാങ്ക്, ഫ്യൂവൽ ലൈൻസ്, പിന്നെ ഏവിയോണിക്സിൻ്റെ പ്രധാന എലമെൻസുകൾ ഇവയൊക്കെ വളരെ ഹെവിലി എംബഡഡ് ആയിട്ട് അല്ലെങ്കിൽ ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ഈ ഹെലികോപ്റ്ററിനുള്ളിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ പലതരത്തിലുള്ള ഡിഫൻസ് മെഷേഴ്സും നമുക്കിതിലും കാണാൻ സാധിക്കും. അതായത് റഡാർ വാർണിംഗ് റിസീവേഴ്സ്, ലേസർ ഇലിമിനേഷൻ സെൻസേഴ്സ്, ഇൻഫ്രാറെഡ് ജാമേഴ്സ്, അതുപോലെ ഷാഫ് ആൻഡ് ഫ്ലയർ ഡിസ്പെൻസേഴ്സ്, ഇങ്ങനെ ഒരു മോഡേൺ അറ്റാക്ക് ഹെലികോപ്റ്ററിൽ കാണുന്ന എല്ലാത്തരം ഡിഫൻസ് മെഷേഴ്സും നമുക്ക് Mi-28 കാര്യത്തിലും കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഇനിഷ്യൽ വേരിയൻറ്റുകളൊന്നും ഇത്ര അഡ്വാൻസ് ആയിരുന്നില്ല. Mi-28 NM എന്ന് പറയുന്ന വേരിയൻറ്റിൻ്റെ വരവോടുകൂടിയാണ് ഈ ഹെലികോപ്റ്ററിൻ്റെ ഏവിയോണിക്സിൽ അല്ലെങ്കിൽ ഈ ഹെലികോപ്റ്ററിൻ്റെ ഇലക്ട്രോണിക് വാർഫെയർ സൂട്ടിലൊക്കെ ഇത്രയും ഇമ്പ്രൂവ്മെൻറ്റുകൾ വന്നത്. അതായത് ഈ Mi-28 NM എന്ന് പറയുന്ന വേരിയൻറ്റിലാണ് ആദ്യമായിട്ടൊരു ഇലക്ട്രോണിക് വാർഫെയർ സൂട്ട് വരുന്നത്. അതുപോലെ തന്നെ മിസൈൽ അപ്രോച്ച് വാർണിംഗ് സിസ്റ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഈ ഹെലികോപ്റ്ററിന് പവർ നൽകുന്നത് ക്ലിമോവ് TV3-117 ടർബോഷാഫ്റ്റ് എഞ്ചിനാണ്. ഒരു എഞ്ചിനല്ല, ടിൻ എഞ്ചിൻ സെറ്റപ്പാണ് ഇതിലുള്ളത്. 2 എഞ്ചിനുകളുണ്ട്. ഏതാണ്ട് 2200 ഷാഫ്റ്റ് ഹോഴ്സ് പവർ ഈ 2 എഞ്ചിനും കൂടെ ജനറേറ്റ് ചെയ്യും. ഈ ഹെലികോപ്റ്ററിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 320 km/h ആണ്. ക്രൂസിംഗ് സ്പീഡ് 265 km/h. ഇനി ലേറ്റസ്റ്റ് വേരിയൻറ്റുകളിലേക്ക് വരുമ്പോൾ ഈ എഞ്ചിൻ്റെ കാര്യത്തിൽ അപ്ഗ്രേഡേഷൻ വരുന്നുണ്ട്. അതായത് ക്ലിമോവ് VK2500 എന്ന് പറയുന്ന കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ടർബോഷാഫ്റ്റ് എഞ്ചിനാണ് പുതിയ വേരിയൻറ്റുകളിൽ വരുന്നത്. ഇതിന് കൃത്യമായ പവറും മറ്റ് വിവരങ്ങളൊന്നും അവൈലബിൾ അല്ല. എങ്കിലും ഏതാണ്ട് 380 km/h ആണ് ഇതിൻ്റെ മാക്സിമം സ്പീഡെന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ഏതാണ്ട് 435 കിലോമീറ്ററാണ് ഈ ഹെലികോപ്റ്ററിൻ്റെ മാക്സിമം കോമ്പാറ്റ് റേഞ്ച് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. മാക്സിമം കോമ്പാറ്റ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിന് ഇൻറ്റേർണൽ ഫ്യൂൽ ടാങ്ക് ഫുള്ളായിട്ട് നിറച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് പറക്കാൻ കഴിയുന്ന ദൂരമാണ് ഈ പറഞ്ഞത്. ഇതിൻ്റെ സ്റ്റബ് വിങ്സിലുള്ള ഹാർഡ് പോയിന്റുകളിൽ നമുക്ക് എക്സ്റ്റേണൽ ഫ്യൂൽ ടാങ്ക്, ഡ്രോപ്പ് ടാങ്കുകളൊക്കെ ഘടിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഇതിൻ്റെ ഫെറി റേഞ്ച് ഒരു 1100 കിലോമീറ്റർ ഒക്കെ ആയിട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുപോലെ ഏതാണ്ട് 16,000 ഫീറ്റാണ് ഇതിൻ്റെ സർവീസ് സീലിംഗ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അപ്പാച്ചെ ഹെലികോപ്റ്ററിൻ്റെ എതിരാളി എന്ന രീതിയിലാണ് സോവിയറ്റ് യൂണിയൻ ഈ ഹെലികോപ്റ്ററിനെ വിഭാവനം ചെയ്തത്. എന്നിരുന്നാലും ഇതിൻ്റെ ആദ്യ വേരിയൻറ്റുകളൊന്നും അപ്പാച്ചയോളം കേപ്പബിൾ ആയിരുന്നില്ല. അതായത് അപ്പാച്ചയെക്കുറിച്ച് നമുക്കറിയാം, അപ്പാച്ച ഹൈലി സ്റ്റെൽത്തി ആയിട്ടുള്ള ഒരു അറ്റാക്ക് ഹെലികോപ്റ്ററാണ്. അതായത് അപ്പാച്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന് നൈറ്റിൽ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ Mi-28 ആദ്യ വേരിയൻറ്റുകൾക്കൊന്നും ഈ ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരുന്നില്ല. ഇവയ്ക്ക് നൈറ്റ് ഫ്ലൈയിങ്ങോ നൈറ്റ് അറ്റാക്കിനോ ഒന്നും കേപ്പബിൾ ആയിരുന്നില്ല. പക്ഷേ ഇത് പ്രൊഡക്ഷനിലേക്ക് വന്ന് അധികം താമസിക്കാതെ തന്നെ
Mi-28N എന്ന് പറയുന്ന വേരിയൻ്റ് വരുന്നുണ്ട്. Mi-28N പൊതുവെ വിശേഷിപ്പിക്കുന്നത് ദ നൈറ്റ് ഹണ്ടർ എന്നാണ്. ഇതിന് നൈറ്റ് വിഷൻ കേപ്പബിലിറ്റിയും അതുപോലെ നോസ് മൗണ്ടർ ആയിട്ടുള്ള തെർമൽ ഇമേജിംഗ് സെൻസറും ഇൻഫ്രാറെഡ് സെൻസറും ഒക്കെ ഉള്ള രാത്രിയിൽ വളരെ എഫക്റ്റീവായിട്ട് അറ്റാക്ക് നടത്താൻ കേപ്പബിൾ ആയിട്ടുള്ള ഹെലികോപ്റ്ററാണ്. ഈ വേരിയൻറ്റിൽ ആദ്യം ഉപയോഗിച്ചിരുന്നത് ഇൻഫ്രാറെഡ് ബേസ്ഡ് ടാർഗറ്റ് അക്വിസിഷൻ സിസ്റ്റങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നീട് വന്ന അപ്ഗ്രേഡിൽ ഇതിലേക്കൊരു മില്ലിമീറ്റർ വേവ് റഡാർ വരുന്നുണ്ട്. അതായത് NO-25E എന്ന് പറയുന്ന മില്ലിമീറ്റർ വേവ് റഡാർ. ഇത് നമ്മുടെ അപ്പാച്ച ഹെലികോപ്റ്ററിലെ ലോങ് ബോ റഡാർ പോലെ ഇതിൻ്റെ മെയിൻ റോട്ടറിൻ്റെ മുകളിൽ ഒരു ഡോം ഷേപ്പിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ റഡാറിൻ്റെ വരവോടുകൂടി Mi-28ന് 360 ഡിഗ്രി ടാർഗറ്റ് അക്വിസിഷൻ കേപ്പബിലിറ്റിയും അതുപോലെ തന്നെ ഓൾ വെതർ ടാർഗറ്റ് ട്രാക്കിംഗ് കേപ്പബിലിറ്റിയൊക്കെ കൈവന്നു. കൂടാതെ ഒരു മില്ലിമീറ്റർ വേവ് റഡാർ ടാർഗറ്റ് അക്വിസിഷന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഇതിൽ നിന്ന് റഡാർ ഹോമിംഗ് മിസൈലുകൾ പ്രയോഗിക്കാൻ സാധിക്കും. തന്നെയുമല്ല ഇത്രയൊക്കെ ആയപ്പോഴത്തന്നെ ഹൈലി അഡ്വാൻസ് ആയിട്ടുള്ള ഡിജിറ്റൽ കോക്പിറ്റുകളും അതുപോലെ ഹെൽമെറ്റ് മൗണ്ടഡ് ടാർഗറ്റിംഗ് സിസ്റ്റങ്ങളും ഒക്കെ Mi-28 ഹെലികോപ്റ്ററിൻ്റെ ഡിജിറ്റൽ കോക്പിറ്റിൻ്റെ ഭാഗമായി മാറി. അപ്പോൾ ഇതൊരു അറ്റാക്ക് ഹെലികോപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആയുധങ്ങളെക്കുറിച്ച് പറയാതെ ഈ ഹെലികോപ്റ്ററിൻ്റെ കഥ പൂർണ്ണമാകത്തില്ല. അപ്പോൾ മുന്നിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും പ്രധാന ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഉപയോഗിക്കുന്ന ഒരു 30 മില്ലിമീറ്റർ ഷിപ്നോവ് ക്യാനനാണ്. അപ്പോൾ ഇതൊരു ചിൻ മൗണ്ടഡ് ടാർഗറ്റിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ട് 110 ഡിഗ്രി ആർക്കിൽ ഇതിന് ഫയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ക്യാനന് വേണ്ടി ഏതാണ്ട് 250 റൗണ്ട്സാണ് Mi-28 ഒരു തവണ ക്യാരി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനോടൊപ്പം പലതവണ പറഞ്ഞു, വശങ്ങളിലുള്ള 2 സ്റ്റബ് വിങ്സുകളിലാണ് ഇതിൻ്റെ ആയുധങ്ങൾ ക്യാരി ചെയ്യാനുള്ള ഹാർഡ് പോയിന്റുകൾ. ഇതിൽ പലതരത്തിലുള്ള വൈവിധ്യമാർന്ന ആയുധങ്ങൾ ക്യാരി ചെയ്യാൻ സാധിക്കും. അതായത് വിവിധതരം മിസൈലുകളും റോക്കറ്റുകളും അതുപോലെ ഗൺ പോഡുകളും അടക്കം പലതും നമുക്കിതിൽ ക്യാരി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽഫെയർ മിസൈലുകൾക്ക് സമാനമായ റഷ്യൻ മിസൈൽ അറ്റാക്ക ഗൈഡഡ് മിസൈലുകൾ ഇതിൽ ക്യാരി ചെയ്യാൻ സാധിക്കും. അതായത് 9M120 അറ്റാക്ക മിസൈലുകൾ ഏതാണ്ട് 16ഓളം അറ്റാക്ക മിസൈലുകളാണ് ഇതിന് ഒരേ സമയം ക്യാരി ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇൻഫ്രാറെഡ് ഗൈഡഡ് അല്ല ലേസർ ഗൈഡഡ് മിസൈലാണ്. പക്ഷേ നമ്മൾ പറഞ്ഞു പുതിയ വേരിയൻറ്റുകളിൽ നമ്മുടെ ഈ മില്ലിമീറ്റർ വേവ് റഡാർ വന്നു ടാർഗറ്റ് അക്വിസിഷനും മറ്റും കാര്യങ്ങൾക്ക് വേണ്ടി. അതോടുകൂടി ഈ ഹെലികോപ്റ്ററിന് റഡാർ ഹോമിംഗ് മിസൈലുകളും പ്രയോഗിക്കാനുള്ള കഴിവ് വന്നു. അപ്പോൾ റഡാർ ഹോമിംഗ് ഗൈഡഡ് മിസൈലുകളായിട്ടുള്ള 9M123 ക്രിസൻഡാമ അതുപോലെ 9K121 വിഖാർ ഇതൊരു ലേസർ ഗൈഡഡ് മിസൈലാണ്. ഇതുകൂടാതെ ഇസ്രയേലി 305 ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈൽ ഇതും നമ്മുടെ Mi-28 ക്യാരി ചെയ്യാൻ സാധിക്കും. പൊതുവെ Mi-28ൻ്റെ സ്റ്റബ് വിങ്സുകളുടെ ടിപ്പിലാണ് ഈ പറഞ്ഞ ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈൽ ക്യാരി ചെയ്യാറുള്ളത്. ഇതിന് പുറമെ വിവിധ തരത്തിലുള്ള അൺഗൈഡഡ് റോക്കറ്റുകൾ ഇതിൽ നിന്നും പ്രയോഗിക്കാൻ സാധിക്കും. അതായത് 18 മില്ലിമീറ്റർ S8 റോക്കറ്റുകളാണ് ഇതിൽ നിന്നും പ്രധാനമായും പ്രയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള 4 റോക്കറ്റ് പോഡുകൾ വരെ ഒരു സമയം ഇതിന് ക്യാരി ചെയ്യാൻ സാധിക്കും. S8 കൂടാതെ 122 മില്ലിമീറ്റർ S13 റോക്കറ്റ് പോഡുകളും ഇതിന് ക്യാരി ചെയ്യാൻ സാധിക്കും. അപ്പോൾ പൊതുവേ നമ്മുടെ Mi-28 എയർ ടു ഗ്രൗണ്ട് അറ്റാക്ക് നടത്താൻ വേണ്ടിയാണ് ഉപയോഗിച്ച് പോകുന്നത്. പക്ഷേ ഈ ഹെലികോപ്റ്റർ എയർ ടു എയർ അറ്റാക്ക് നടത്താനും കേപ്പബിളാണ്. അതായത് ഇഗ്ല-V പോലുള്ള ഇൻഫ്രാറെഡ് ഹോമിംഗ് എയർ ടു എയർ മിസൈലുകളും നമ്മുടെ ഈ Mi-28 ക്യാരി ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ ഇസ്രയേലി 305 സമാനമായ രീതിയിൽ ഈ ഇഗ്ല-V മിസൈലുകളും ഇതിൻ്റെ വിങ് ടിപ്പിലാണ് പൊതുവെ ക്യാരി ചെയ്യാറുള്ളത്. അപ്പോൾ മൊത്തത്തിൽ ഏതാണ്ട് 1500 കിലോഗ്രാം പേലോഡാണ് ഇതിന് വഹിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 1500 കിലോഗ്രാം പേലോഡെന്ന് പറഞ്ഞാൽ അതിൽ ഈ പറഞ്ഞ മിസൈലുകളും റോക്കറ്റുകളും എല്ലാം ഒന്നിച്ച് ക്യാരി ചെയ്യാതിരിക്കത്തില്ല. പല കോമ്പിനേഷനിൽ മിഷൻ സ്പെസിഫിക് ആയിട്ട് പല കോമ്പിനേഷനുകളിലായിരിക്കും ഈ ആയുധങ്ങൾ ക്യാരി ചെയ്യാറുള്ളത്. അപ്പോൾ Mi-28ൻ്റെ ആദ്യ വേരിയൻ്റ് അതായത് മാസ് പ്രൊഡക്ഷനിലേക്ക് വരുന്നത് 2006-ലാണ്. 2009 ഇത് റഷ്യൻ മിലിറ്ററിയുടെ ഭാഗമാകുന്നത്. അപ്പോൾ ഈ ആദ്യ വേരിയൻറ്റുകളിൽ നമ്മൾ പറഞ്ഞല്ലോ ഇതിന് നൈറ്റ് വിഷൻ കേപ്പബിലിറ്റീസോ ഇത്രയും വലിയ ഹെവി ഏവിയോണിക്സ് സപ്പോർട്ടോ ഒന്നും ഉണ്ടായിരുന്ന ഹെലികോപ്റ്റർ ആയിരുന്നില്ല. പക്ഷേ മിലിറ്ററിയുടെ ഭാഗമായി അധികം താമസിക്കാതെ തന്നെ ഇതിലേക്ക് ആദ്യത്തെ അപ്ഗ്രേഡ് അതായത് Mi-28N എന്ന് പറയുന്ന വേരിയൻറ്റ് വരുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ നൈറ്റ് വിഷൻ കേപ്പബിലിറ്റിയും അതുപോലെ ഇലക്ട്രോണിക് വാർഫെയർ സൂട്ടും ഒക്കെയുള്ള ഹെവിലി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട വേരിയൻറ്റ് വരുന്നുണ്ട്. അതിനുശേഷം Mi-28NE എന്ന് പറയുന്നൊരു വേരിയൻറ്റ് വരുന്നുണ്ട്. ഇതൊരു എക്സ്പോർട്ട് വേരിയൻ്റാണ്. അതായത് ഇറാഖ്, അൾജീരിയ തുടങ്ങിയ പല രാജ്യങ്ങളും ഈ ഹെലികോപ്റ്ററുകൾ ആദ്യകാലം തൊട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന എക്സ്പോർട്ട് വേരിയൻ്റാണ് Mi-28NE എന്ന് പറയുന്നത്. അതുപോലെ Mi-28ൻ്റെ ഏറ്റവും അഡ്വാൻസ് വേരിയൻറ്റ് Mi-28NM ആണ്. ഈ Mi-28NM എന്ന് പറയുന്ന വേരിയൻറ്റിലാണ് നമ്മൾ ഈ പറഞ്ഞ മില്ലിമീറ്റർ വേവ് റഡാറും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ ഈ കോൾഡ് വാർ കൊടുമ്പിരി എന്നുകൊണ്ട് 70കളിലോ 80കളിലോ ഒന്നും പ്രൊഡക്ഷനിലേക്ക് വരാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഈ അപ്പാച്ചി പോലെ ലോകമെമ്പാടും നടന്ന് യുദ്ധം ചെയ്യാനൊന്നും നമ്മുടെ Mi-28ന് സാധിച്ചിട്ടില്ല. അപ്പോൾ 1984 ഏതാണ്ട് പ്രൊഡക്ഷൻ റെഡിയൊക്കെ ആയി സംഭവം മാറിയെങ്കിലും ഇത് പ്രൊഡക്ഷനിലേക്ക് വന്ന 2006-ലാണല്ലോ. അതുകൊണ്ട് തന്നെ 1985-ലും മറ്റും നടന്ന സോവിയറ്റ് അഫ്ഗാൻ വാറിൽ റഷ്യ അഫ്ഗാൻ വാറിലൊന്നും ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. ഈ ഹെലികോപ്റ്റർ ആദ്യമായി ഒരു യുദ്ധരംഗത്ത് ഉപയോഗിക്കുന്നത് 2016 സിറിയയിലാണ്. അവിടെ ഇത് വളരെ എഫക്റ്റീവായിട്ട് പെർഫോമൻസ് നടത്തിയെങ്കിലും ഒരു Mi-28 ഹെലികോപ്റ്റർ റഷ്യക്ക് ഈ സിറിയൻ യുദ്ധമുഖത്ത് നഷ്ടപ്പെടുകയുണ്ടായി. ഇത് സിറിയയുടെ അല്ലെങ്കിൽ ISISൻ്റെ അറ്റാക്ക് മൂലം തകർന്നു വീണതല്ല.
ഇതിനെക്കുറിച്ച് റഷ്യ പറയുന്നത് ഇതിൻ്റെ നൈറ്റ് വിഷൻ കേപ്പബിലിറ്റിയിൽ വന്ന തകരാറ് മൂലം ഈ ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ട് തകർന്നു വീഴുകയായിരുന്നു എന്നാണ്. ഈ സിറിയൻ കാലഘട്ടത്തിന് ശേഷം പിന്നീട് ഈ ഹെലികോപ്റ്റർ യുദ്ധമുന്നണിയിൽ ഡിപ്ലോയ് ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം യുക്രൈൻ യുദ്ധ കാലഘട്ടത്തിലാണ്. അപ്പോൾ യുക്രൈൻ യുദ്ധത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് ഈ ആകാശ യുദ്ധരംഗത്ത് വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതായത് ഡ്രോണുകൾ ഉപയോഗിച്ച് വളരെ എഫക്റ്റീവായിട്ട് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് അറ്റാക്ക് നടത്താൻ സാധിക്കുമെന്ന് തെളിയിക്കപ്പെടുന്നത് ഈ യുക്രൈൻ യുദ്ധകാലഘട്ടത്തിലാണ്. അപ്പോൾ യുക്രൈൻ യുദ്ധകാലത്തിൻ്റെ തുടക്കത്തിൽ സോവിയറ്റ് യൂണിയൻ ഈ Mi-28 ഉൾപ്പെടെ ഏതാണ്ട് 11ലധികം ഹെലികോപ്റ്ററുകൾ നഷ്ടപ്പെടുകയുണ്ടായി. അപ്പോൾ മാറി വരുന്ന ഈ യുദ്ധ സാഹചര്യങ്ങളിൽ ഹെലികോപ്റ്ററുകൾ കാലഹരണപ്പെട്ടു പോയോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററുകളുടെ സ്ഥാനം ഡ്രോണുകൾ പോലെയുള്ള മറ്റ് യുദ്ധോപകരണങ്ങൾ ഏറ്റെടുത്തോ എന്നൊക്കെ ഉള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതെന്ത് തന്നെ ആയാലും ലോകത്ത് ഇന്നേ വരെ നിർമ്മിക്കപ്പെട്ടതിലുള്ള ഏറ്റവും മികച്ച അറ്റാക്ക് ഹെലികോപ്റ്ററുകളിൽ ഒന്നാണ് മിൽ Mi-28 എന്ന റഷ്യൻ അറ്റാക്ക് ഹെലികോപ്റ്റർ. കമോവ് Ka-52 അലിഗേറ്റർ എന്ന റഷ്യൻ അറ്റാക്ക് ഹെലികോപ്റ്ററിൻ്റെ പ്രഭയിൽ ഈ Mi-28ൻ്റെ നിറം അല്പം മങ്ങിപ്പോയെങ്കിലും സോവിയറ്റ് റോട്ടറി വിങ് എയർക്രാഫ്റ്റുകളുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ റഷ്യൻ റോട്ടറി വിങ് എയർക്രാഫ്റ്റുകളുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ല് തന്നെയാണ് മിൽ Mi-28 എന്ന അറ്റാക്ക് ഹെലികോപ്റ്റർ. അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിട്ട് വരുന്നു. അപ്പോൾ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ ഇതിലും ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.